ഐഫോൺ പ്രേമികൾ ആകാംക്ഷയോട് കാത്തിരുന്ന ഐഫോണിൻ്റെ 15 സീരീസ് അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 22 മുന്നായിട്ട് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പം കിട്ടുന്ന വിവരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഐഫോൺ 15 സീരീസിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് പുതിയതായിട്ട് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊന്ന് നോക്കാം. ഐഫോൺ 14 സീരീസിലുള്ള വേരിയൻറ്റ് പോലെ തന്നെയാണ് ഐഫോൺ 15ഉം ഇപ്പം ലോഞ്ച് ചെയ്യാൻ. അതായത് 4 വേരിയൻറ്റുകളിലാണ് ഇത് പുറത്തിറങ്ങാൻ പോകുന്നത്. ഒന്ന് ഐഫോൺ 15, ഐഫോൺ 15 പ്ലസ്, ഐഫോൺ പ്രോയ്, ഐഫോൺ പ്രോ മാക്സ്. ഇങ്ങനെ 4 വേരിയൻറ്റുകളാണ് ഇത് വരാൻ പോകുന്നത്. ഇതിലൊന്നാമതായിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മൊബൈലുകളിലെ ലൈറ്റ്നിങ് പോർട്ട് ഇപ്പം മാറ്റിയിട്ട് ടൈപ്പ് സി പോർട്ടാക്കിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതുകൂടാതെ രണ്ടാമതായിട്ട് വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ഐഫോൺ 14 വരെയുള്ള മോഡലുകളിൽ അതിൻ്റെ സൈഡിലത്തെ മെറ്റീരിയൽ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലായിരുന്നു. ഇനിയും വരുന്ന ഐഫോൺ 15ൻ്റെ ആ ഒരു സീരീസിൽ അവർ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഇനി വരുന്നത് ടൈറ്റാനിയം ബാക്കേഴ്സ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആകുമ്പോൾ അതിന് കുറച്ച് കാൾ ഈട് നിൽക്കും. അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി നോക്കിയിട്ടായിരിക്കണം അവരത് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അടുത്തതായിട്ട് വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നേരത്തെ വരെയുള്ള മോഡലുകളിൽ അതിൻ്റെ സൈഡ് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ കൊടുത്തിരുന്നത്. ഇനിയും വരുന്ന 15 സീരീസിൽ അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേർവ്ഡായിട്ടുള്ള രൂപത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ, പെട്ടെന്ന് കയ്യിൽ നിന്ന് തെറിച്ച് പോകാത്ത രീതിയിൽ ഒരു ഗ്രിപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടും നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ ഐഫോൺ 15ഉം 15 പ്രോയ്ക്കുമാണ് 6.1 ഇഞ്ച് സൈസ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 2 മോഡലിലും 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഐഫോൺ 15 പ്ലസിനും ഐഫോൺ പ്രോ മാക്സിനും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഡൈനാമിക് ഐലൻഡ് എല്ലാ മോഡലിനും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉള്ളത് തന്നെയാണ്. അതാണെങ്കിൽ ഡിസ്പ്ലേയുടെ ഏറ്റവും മേളിൽ നോച്ച് പോലെ റൗണ്ട് രൂപത്തിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഡിസ്പ്ലേ ഒട്ടും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നല്ല വിഷ്വൽ ട്രീറ്റ് തരുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടും നല്ലൊരു ഫീച്ചറാണ്. ഇതൊക്കെയാണ് ഐഫോൺ 15 സീരീസിൽ എടുത്തു പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ.